വന്നേ. ജാനിക്കുട്ടിയുടെ അവിടെ ഒന്നും കയറിയില്ല കേട്ടോ. ഇപ്പം മോനിക്കുട്ടനെ ട്യൂഷന് കൊണ്ട് വിടേണ്ടതുകൊണ്ട് അവിടെ കയറാനുള്ള സമയമില്ല. അതുകൊണ്ട് നേരെ ഇനി പോരും. പിന്നെ നമ്മൾ ഇന്നിങ്ങോട്ട് വന്ന വഴിക്ക് വീഡിയോസൊക്കെ കാണുന്ന ഒരാളിനെ കണ്ടേട്ടോ. ലിയോണയുടെ അമ്മയും. ഞാൻ അവിടെ ഒരു കടയിൽ കയറി. അപ്പം അവരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന് മിണ്ടിയിട്ട് പോയി കേട്ടോ. പിന്നെ ഇന്ന് വേറെ ആരെങ്കിലും കണ്ടോ? നേരത്തെ പരിചയപ്പെട്ടവർ കഴിഞ്ഞ ദിവസം വന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. അവരിന്നും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെന്തോ വിശേഷം. ഇന്നലെ അമ്മ അരി അരച്ച് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇന്ന് കുഞ്ഞിനപ്പം ഉണ്ടാക്കാം, മുട്ടക്കറി വെക്കാമെന്നൊക്കെ വിചാരിച്ച പ്ലാനൊക്കെ മാറ്റി. മോനിക്കുട്ടന് പാലപ്പം വേണം, ഗ്രീൻ പീസ് കറിയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അതായിരുന്നേ. അപ്പോൾ ഞാൻ നാളെ കുഞ്ഞിനപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. കുഞ്ഞിനപ്പത്തിൻ്റെ കൂടെ ചിക്കൻ കറിയാണ് കോമ്പിനേഷൻ. ഞങ്ങൾക്ക് അതാ ഇഷ്ടം. അതുകൊണ്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും വാങ്ങിച്ചു. വേറെ ഒന്നും ഇന്ന് വാങ്ങിക്കാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ മോനിക്കുട്ടനെ ട്യൂഷന് കൊണ്ടുവിട്ടിട്ട് വന്നതാ കേട്ടോ. ഇനിയിപ്പം 7:45 ആകുമ്പോഴത്തേക്ക് പോയി വിളിക്കണം. അപ്പോഴത്തേക്ക് എൻ്റെ ചെറിയ ചെറിയ ജോലികളൊക്കെ അങ്ങോട്ട് തീർക്കട്ടെ. ചോറും കറികളും ഇരിപ്പുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് കപ്പ വേവിച്ചതും ബീഫ് റോസ്റ്റും കിട്ടി. അപ്പോൾ അത് ഞാൻ മൊത്തം എനിക്ക് കഴിക്കാൻ വയ്യാഞ്ഞുകൊണ്ട് കുറച്ച് കഴിച്ച് ബാക്കി ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് രാത്രിയിലത്തേടെ ഓടും. പിന്നെ വേറെ എന്തോ വിശേഷം വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ തീർക്കട്ടെ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞോൻ്റെ മാമിയുടെ കുഞ്ഞോ എന്തിയേ? അവിടെ ഉണ്ടോ? കുഞ്ഞോ കുഞ്ഞോ ചാക്കരി ഉമ്മ ചാക്കരി ഉമ്മ ഫോൺ എടുത്തിട്ട് അയ്യോ ഇങ്ങനെ വെക്കുന്നു. എന്തൊടക്കുമായിരുന്നു? ഞാൻ മോനിക്കുട്ടനും ട്യൂഷന് പോയേക്കുവല്ലേ. കുളിയും ജപമൊക്കെ കഴിഞ്ഞ് നമുക്ക് പോയി മോനിക്കുട്ടനെ വിളിക്കാം. 7:30 7:30 കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്നും പോയി വിളിച്ചോണ്ട് വരും. അപ്പം പോട്ടെ. ചോറും കറികളൊക്കെ ഇരിപ്പുള്ളതുകൊണ്ട് വേറെ കുറേ ജോലികൾ ഇരുന്നേക്കെ തീർത്തു. പിന്നെ ചിക്കൻ മേടിച്ചോണ്ട് അവിടെ കൊണ്ട് വെച്ച് കഴുകി വെക്കാൻ മറന്നുപോയി. ഇപ്പം പിന്നെല്ലാം കഴുകി ഫ്രിഡ്ജിനകത്താക്കി. പോയിട്ട് വരാം. മോനിക്കുട്ടന് തുമ്മല്, ചുമ, പിന്നെന്തുവാ കൊലിപ്പാനി ഒക്കെ. പനി ചൂടൊന്നുമില്ല, തുമ്മൽ, തൊണ്ടവേദന. ഇച്ചിരി ഉപ്പുവെള്ളം കൊള്ളാൻ പോവാം. ഞാൻ വെള്ളം ഒത്തിരി ചൂടായിപ്പോയി. തണുക്കട്ടെ. വിക്സ് തൂത്തോ? എവിടെ ഇരുന്ന് വിക്സ്? നാട്ടുകാർ ഓടുമല്ലോടാ നീ ഗാർഗിൾ ചെയ്യുന്ന കേട്ടോണ്ട്.
പോണു? ഞാനോ? ഞാൻ സ്കൂളിൽ പോകും. വേറെ എങ്ങും പോകുന്നില്ല. അമ്മമ്മ കിട്ടിണ്ടാക്കില്ല പറ്റുള്ളൂ. എന്താ പോയെ? മമ്മിക്ക് എവിടെ കയറാനും ഇറങ്ങാനൊന്നും വയ്യ. എവിടെ? മമ്മി എങ്ങും പോകുന്നില്ല. രസം ഒഴിക്കണോ? വേണ്ട. അച്ചാറ് വെക്കട്ടെ? ഞാൻ അച്ചാർ വെച്ചു. മീൻ തോരൻ തീർന്നോ? ഉണ്ട്. വേണ്ട. എനിക്ക് ഇച്ചിരി മീൻ തോരൻ തരും. ഇച്ചിരി അവിടെ വെച്ചിട്ടുണ്ട്. അതാണ് ഇച്ചിരി നിർത്തിയിരിക്കുന്നത്. ഇച്ചിരി ഉണ്ട്. അവർക്ക് പകുതി കൊടുത്തു. ബാക്കി ഇങ്ങോട്ടുണ്ടോ? അത് ഇച്ചിരി അവിടെ വെച്ചിട്ടുണ്ട്. എടുത്ത് മീൻ തോരൻ മീനാണ് പറയുന്നത്. ആ മീന് ചൂടുണ്ട്. നാളെ തരാം. ഒരാള് ഇന്ന് പാലപ്പോ കഴിക്കുന്നത്. അമ്മ കൊണ്ടുപോയി. ഏറ്റവും കൂടുതലേ ഈ നടുക്കത്തെ ഇഷ്ടപ്പെട്ടില്ല. ഈ അറ്റത്തെ ഇഷ്ടപ്പെട്ടു. എന്താണ് രസമോ? ഇതില്ലേ ഇതാണ് ഇഷ്ടപ്പെട്ടത്. എന്നെ മാത്രമേ ചോറുണ്ണാം. ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് കപ്പ വേവിച്ചതും ബീഫ് റോസ്റ്റും ഉണ്ടായിരുന്നു. അത് എല്ലാവരും കൂടെ കഴിക്കുക കേട്ടോ. മോനിക്കുട്ടൻ കഴിച്ചില്ല. കപ്പ ബീഫ് ഇനി ഇച്ചിരി രസമുണ്ട്, അതുകൂടെ ഒഴിക്കട്ടെ. രസം വെള്ളമില്ലേ അതിനകത്ത്? രസത്തിൽ കുളിച്ചു. അപ്പം ഇന്നത്തെ നമ്മുടെ അത്താഴം ഇതാണ്. കഴിക്കട്ടെ. മോനുകുട്ടന് മരുന്നൊക്കെ കൊടുക്കാം. വിക്സൊക്കെ തൂത്തിങ്ങനെ ഇരിക്കുവാണ്. പനിക്കുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. ടാറ്റാ. ഓക്കെ, ബായ്. എരിയുള്ള അവിടെ വെക്ക. ബീഫിന് എരിയ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.